കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മലയുടെ ഉന്നതങ്ങളിൽ തൻ്റെ അടുക്കൽ കടന്നു വന്നവരോട് താൻ ഉപദേശിച്ച വാക്കുകൾ, അതിനുശേഷം കർത്താവ് മലയിറങ്ങി വരികയാണ്. അതായത് ഗിരിപ്രഭാഷണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പ്രഭാഷണം കഴിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വളരെ പുരുഷാരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവ് ഇവിടെ കടന്നു പോയാലും അവിടെയെല്ലാം വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കാണുവാൻ, കർത്താവിനെ നിരീക്ഷിക്കുവാൻ, പരീക്ഷിക്കുവാൻ, പല ചോദ്യങ്ങൾ ചോദിച്ച് കൊടുക്കുവാൻ, പിന്നെ വിശ്വാസത്തോടെ അനുഗമിച്ച കുറച്ചാളുകൾ. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലും ആളുകൾ കൂടെയുണ്ട്. അപ്പോഴാണ് ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. കുഷ്ഠരോഗിയെക്കുറിച്ച് ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ കുഷ്ഠരോഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ അശുദ്ധനെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ പാളയത്തിനകത്തല്ല, അവൻ പാളയത്തിന് പുറത്ത് അവൻ പാർക്കണം. അവൻ രോഗമുള്ള നാളുകളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അത് മാത്രമല്ല, അവന് തനിച്ച് പാർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിവിധ രീതിയിലുള്ള കുഷ്ഠരോഗങ്ങൾ. കുഷ്ഠരോഗി തനിച്ചു പാർക്കണം, ജനസമൂഹത്തിൻ്റെ ഇടയിൽ നടുവിൽ ഇങ്ങനെ കടന്നു വരാൻ പാടില്ല. അപ്പം അതിനെല്ലാം വ്യവസ്ഥ വച്ചിരിക്കുക. അപ്പോൾ ആ വ്യവസ്ഥയെല്ലാം ലംഘിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഈ മനുഷ്യൻ അടുത്തു വരിക. അവൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുന്നില്ല. അവനിപ്പോൾ ജനസമൂഹത്തിൻ്റെ നടുവിലേക്കാണ് വരുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഗിക്ക് മനസ്സിലായി, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ എൻ്റെ രോഗത്തിനൊരു പരിഹാരമുണ്ട്. ഞാൻ അശുദ്ധനാണിപ്പോൾ. കാരണം കുഷ്ഠരോഗി അശുദ്ധനെന്ന് വിളിച്ചു പറയണം. ഞാൻ അശുദ്ധനാണ്, പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അശുദ്ധി മാറി ഞാൻ ശുദ്ധനായിത്തീരും. വിശുദ്ധനായ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ അശുദ്ധനായ എൻ്റെ ജീവിതത്തിൽ അശുദ്ധി മാറി എനിക്ക് ശുദ്ധീകരണം, ഒരു വിശുദ്ധി എന്നിലേക്ക് കടന്നു വരും എന്നുള്ള വിശ്വാസം ഈ മനുഷ്യനിൽ കയറിക്കൂടിയപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് അവൻ ഓടി. കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അപ്പോൾ ആരുടെ പക്കലാണ് ശുദ്ധീകരണമുള്ളത്? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പക്കൽ. കാരണം അവൻ പൂർണ്ണമായും വിശുദ്ധൻ. 3-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗിയെ അങ്ങനെ തൊടാൻ പാടില്ല. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയുടെ ആഗ്രഹം, വിശ്വാസം കണ്ട കർത്താവ്
തൻ്റെ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ ആവശ്യഭാരവുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വിടുവിക്കണം, എന്നെ സൗഖ്യമാക്കണം, എനിക്ക് വേണ്ടി വഴി തുറക്കണം എന്ന് അപേക്ഷിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, പറയുമ്പോൾ നമ്മുടെ കർത്താവിന് മനസ്സുണ്ട് എന്നുള്ളതാണ്. നിന്നെ വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ, വഴികൾ തുറക്കുവാൻ, നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇടപെടുവാൻ കർത്താവ് മനസ്സുള്ളവനാണ്. അതിന്മേൽ നിനക്ക് ജയം തരുവാൻ കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് തൻ്റെ കരം നീട്ടി അവനെ തൊട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ കരസ്പർശനമേറ്റാൽ അവിടെ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിന് മനസ്സുണ്ടാകുക മാത്രമല്ല, കർത്താവ് അവനെ തൊട്ടു. തൊട്ട മാത്രയിൽ കർത്താവിൻ്റെ സ്പർശനം അവനിൽ വ്യാപരിച്ച മാത്രയിൽ അവൻ ശുദ്ധനായി തീർന്നു. അവൻ്റെ കുഷ്ഠം മാറിപ്പോയി. വിരലുകൾ അറ്റുപോയിരിക്കാം, മുഖത്ത് ഷേപ്പുകളെല്ലാം മാറിയിരിക്കാം, കൈകാലുകളിലെല്ലാം മാറ്റമുണ്ടായി. അറ്റുപോയ വിരലുകൾ അവനിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അവൻ്റെ പഴയ സൗന്ദര്യം അവനിലേക്ക് മടങ്ങി വരികയാണ്. കാരണം തൊട്ടവൻ സൗഖ്യമാക്കുവാൻ മതിയായവനായി കർത്താവ്. അവൻ പൂർണ്ണമായി സൗഖ്യം വന്നു. കർത്താവ് പറയുന്നുണ്ട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന്മാർ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. കുഷ്ഠം മാറിയെങ്കിൽ, കുഷ്ഠരോഗിയായിരുന്നവൻ സൗഖ്യം വന്നു വയ്ക്കുക, പുരോഹിതന്മാരെ കാണിക്കണം, വഴിപാടുകൾ അർപ്പിക്കണം. നീ അത് പോയി ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യം യേശുവിൻ്റെ പക്കലുണ്ട്. ആ കർത്താവിന് മനസ്സുണ്ട്. എന്നാൽ അവൻ്റെ അടുക്കലേക്ക് അടുത്ത് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരാൻ മനസ്സുണ്ടാക്കി ആ കർത്താവിൻ്റെ പക്കൽ വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, സൗഖ്യമുണ്ട്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. നിത്യമായ രക്ഷ, നിത്യജീവൻ, നിത്യഭവനം, നിത്യാനന്ദം, നിത്യസന്തോഷം, സമാധാനം നൽകുവാൻ മതിയായവൻ ഒരുവൻ അത് യേശുവാണ്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.